നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർക്കിൻസൺസ് ഡിസീസിനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് നമ്മുടെ പട്ടം SUT ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ശ്രീദേവി മാം ആണ്. മാം വെൽക്കം മാം. മാം എന്താണ് പാർക്കിൻസൺസ് ഡിസീസ്? നമ്മൾ ചലന സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഇത് പ്രധാനമായും തലച്ചോറിനെ ബാധിക്കുന്നതാണ്. തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇതിൻ്റെ ഒരു അളവിലുണ്ടാകുന്ന കുറവാണ് ഈ അസുഖത്തിന് കാരണം. ഇത് പ്രധാനമായും നമ്മുടെ തലച്ചോറിലുള്ള ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിലെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ഡോപ്പാമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറവ്, അതിൻ്റെ ഒരു ന്യൂറോൺസ്, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ ഡാമേജ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ അസുഖം. സാധാരണയായി നമ്മുടെ ചലനത്തിനെ കൺട്രോൾ ചെയ്യുന്നതും ആ ചലനത്തിൻ്റെ പ്രോഗ്രാമിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്ന ഏരിയയാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണമാണ് ഇത് ചലന സംബന്ധമായിട്ടുള്ള രോഗമാണെന്ന് പറയുന്നത്. പാർക്കിൻസൺസും സാധാരണയായി ഇഡിയോപ്പത്തിക് പാർക്കിൻസൺസ് ഡിസീസ് എന്നും സെക്കൻഡറി പാർക്കിൻസൺസ് ഡിസീസ് എന്നും പറയാറുണ്ട്. അതിൽ ഇഡിയോപ്പത്തിക് എന്ന് പറയുന്നത് 78% പേഷ്യൻസിൽ ഇഡിയോപ്പത്തിക്കാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇഡിയോപ്പത്തിക്കാണ്, അതായത് കാരണം അറിയില്ല, ഡോപ്പാമിൻ്റെ കുറവ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അറിയില്ല. സെക്കൻഡറി പാർക്കിൻസൺസ് ഡിസീസിൽ നമുക്ക് ടോക്സിൻസ്, അതുപോലെ ഈ കാർബൺ മോണോക്സൈഡ് പോലത്തെ ടോക്സിൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ബ്രെയിനിനുണ്ടാകുന്ന മറ്റ് ക്ഷതങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വേറെ അൽഷിമേഴ്സ് പോലത്തുള്ള ഡിസീസ്, പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന പാർക്കിൻസൺസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പാർക്കിൻസൺസ് ഉണ്ടാകാം. ഓക്കെ, നമ്മളിപ്പോൾ മിക്കവർക്കും ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന വേർഡ് അറിയാം, പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒരു പാർക്കിൻസൺസ് ഉള്ള ഒരു ഡിസീസ് ഉള്ള ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് പ്രധാനമായി 4 ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസിൽ പറയുന്നത്. ഒന്ന് ട്രെമർ അഥവാ വിറയൽ, വേറൊന്ന് റിജിഡിറ്റി, അതായത് സ്റ്റിഫ്നെസ് പോലെ മസിൽസിലുണ്ടാകുന്ന മസിൽസിൻ്റെ ഒരു കാഠിന്യം, നമ്മുടെ ഒരു ദൃഢത എന്നൊക്കെ പറയാം. മൂന്നാമതായിട്ട് ബ്രാഡികൈനേസിയ എന്ന് പറയും, അതായത് സ്ലോനെസ് ഓഫ് മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ വേഗത ഒരു മന്ദഗതിയിലാകുക, നമ്മുടെ മൂവ്മെൻറ്റ്സിൻ്റെ വേഗതയും അതിൻ്റെ വ്യാപ്തിയും കുറയുന്നത്. നാലാമതായി പറയുന്നത് പോസ്ചറൽ ഇൻസ്റ്റെബിലിറ്റി, ബാലൻസിലുണ്ടാകുന്ന പ്രോബ്ലംസ്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും മെയിനായിട്ടുള്ള സിംറ്റംസ് പാർക്കിൻസൺസിൻ്റെ. ഇതിന് പുറമേ വേറെയും സിംറ്റംസ് ഉണ്ട്. അതിലൊന്ന് മാസ്ക്ഡ് ഫേസ്, അതായത് എക്സ്പ്രഷൻ ഇല്ലാത്തൊരു ഭാവങ്ങളൊന്നും വരാത്തൊരു മുഖം, അതാണ് പാർക്കിൻസൺസ് പേഷ്യൻസിനുണ്ടാകുക. അതുപോലെ മൈക്രോഗ്രഫിയ എന്ന് പറയുന്നത്, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ചെറുതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് ഒരു സ്റ്റൂപ്ഡ് പോസ്ചർ, അതായത് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്ചറാണ് ഈ പേഷ്യൻസിൽ കാണപ്പെടുന്നത്. ഇതിന് പുറമെ പേഷ്യൻസിൻ്റെ നടക്കുന്ന പാറ്റേൺ, നമ്മൾ നടക്കുന്ന ആ രീതിയെ ഗേറ്റ് എന്നാണ് പറയുന്നത്. ആ ഗേറ്റ് പാറ്റേണിൽ ഒരു വ്യത്യാസം, അതിനെ നമ്മൾ ഫെസ്റ്റിനേറ്റിംഗ് ഗേറ്റ് അല്ലെങ്കിൽ ഷഫ്ലിംഗ് ഗേറ്റ് എന്ന് പറയും. ആ ഗേറ്റ് പെട്ടെന്ന് സ്പീഡിൽ സ്റ്റെപ്സ് വെച്ച്, ഷോർട്ട് സ്റ്റെപ്സ് വെച്ച് നടന്നു പോകുന്നതിനാണ് ഫെസ്റ്റിനേറ്റിംഗ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ്. ഇതോടൊപ്പം ചില പേഷ്യൻസിൽ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ റെസ്പിറേറ്ററി, അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസ്. അപ്പോൾ ഈ പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടി വരും. ജോയിൻറ്റ് സ്റ്റിഫ്നെസ് അതൊക്കെ കൂടി വരും. ഇത് ഇന്ന ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, അങ്ങനെ ഉണ്ടോ? നമുക്ക് ഈ ഒരു 50 തൊട്ട് 60 വയസ്സിനിടയിലാണ് യൂഷ്വലി കാണുന്നത്. 65 വയസ്സൊക്കെ നമുക്ക് ആവറേജ് ആയിട്ട് പറയാം. 65 വയസ്സുള്ളവർക്ക് പ്രകടമായ സിംറ്റംസ് ചിലപ്പം കാണാറുണ്ട് ഈ അസുഖമുള്ളവർക്ക്. ഇതിൻ്റെ ഭേദഗതി മീൻസ് മാറുന്നത് എങ്ങനെയാണ്? അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ, അതോ അല്ലെങ്കിൽ അതെങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമോ, അതെങ്ങനെയാണ് ഈ ഒരു അസുഖം? ഇതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്, അതായത് കാലം ചെല്ലുന്തോറും ഇതിൻ്റെ സിംറ്റംസ് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. നമുക്ക് അതിൻ്റെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്സേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പേഷ്യൻറ്റിന് ബെഡ് റിഡൺ ആകാതെ നമുക്കിങ്ങനെ എക്സസൈസിലൂടെയും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഡിക്കേഷൻസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, അതിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും.
ഓക്കെ. അപ്പോൾ ഫിസിയോതെറാപ്പി ഇതുമായിട്ട് എത്രയാണ് നമുക്ക് ആ യൂജിപ്പ് എന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണോ, അതോ ചില ആൾക്കാർ ചിലപ്പോൾ മടിക്കും, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത്, അതോ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഫിസിയോതെറാപ്പി തന്നെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണോ, എങ്ങനെയാണ് അതിൻ്റെ? സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് വേണ്ട മെഡിക്കേഷൻസാണ് ആദ്യം എടുക്കേണ്ടത്. ആ മെഡിക്കേഷൻസിനോടൊപ്പം ആ സിംറ്റംസ് തുടങ്ങുന്ന ഏർലി സ്റ്റേജിൽ തന്നെ ഫിസിയോതെറാപ്പിയും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉത്തമം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പേഷ്യൻസിന് അവർക്ക് സിംറ്റമാറ്റിക്കലി ചിലപ്പോൾ ട്രെമർ മാത്രം അല്ലെങ്കിൽ വിറയൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ചിലർക്ക് പോസ്റ്റർ ഇൻസ്റ്റബിലിറ്റി ഒക്കെ കാണാം, എന്നാലും പ്രകടമായിട്ട് ആദ്യം കാണുന്നത് ട്രെമറാണ്. അപ്പോൾ അതൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചെറിയ എക്സസൈസുകൾ മരുന്നിൻ്റെ കൂടെ തന്നെ ചെയ്യുക. മരുന്നാണ്, ഡോപ്പമിൻ്റെ കുറവാണല്ലോ, അപ്പോൾ ഡോപ്പമിൻ മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് വ്യായാമങ്ങളും കൂടെ അതിനോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സൈമൾട്ടേനിയസ്ലി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ മാം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഫിസിയോതെറാപ്പിയുടെ കാര്യമാണ്. അപ്പോൾ ഇവർക്ക് മെമ്മറിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടോ? മെമ്മറിയിലും കാലം ചെല്ലുന്നതും മെമ്മറിയിൽ പ്രോബ്ലംസ് വരാം. അതുപോലെ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിനും ഈ പാർക്കിൻസൺസിൻ്റെ സിംറ്റംസ് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. കൂടുതലും മെയിൽ ഫീമെയിൽ അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ രണ്ടുപേർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്? രണ്ടുപേർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്ര ഡ്യൂറേഷനിൽ ഫിസിയോതെറാപ്പി ചെയ്യണം അങ്ങനെ ഇല്ലല്ലോ. ഡിപ്പെൻസ് നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത് അനുസരിച്ചല്ലേ നമുക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നത് ഫിസിയോതെറാപ്പി ചെയ്താലും? അതെ, ഫിസിയോതെറാപ്പി നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻറ്റിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ്. ഇപ്പം ഏർലി സ്റ്റേജിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് ആ സിംറ്റംസ് അനുസരിച്ചുള്ള എക്സസൈസുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫിസിയോതെറാപ്പിയിൽ കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് കൊടുക്കാറ്. ഇതിൽ എല്ലാ പേഷ്യൻസും എല്ലാ എക്സസൈസും ടോളറേറ്റ് ചെയ്യില്ല, അപ്പോൾ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ എക്സസൈസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കേഷൻ എടുത്തതിന് ശേഷം ഒരു 45 തൊട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് കൊടുക്കുന്ന എക്സസൈസ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെയും കൊടുക്കാം. ഡെയിലി ഒരു എക്സസൈസ് അവരുടെ ഒരു ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യണം. ഒരു ഹോം എക്സസൈസ് പ്രോഗ്രാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അത് സെറ്റ് ചെയ്ത് ഹോം എക്സസൈസ് പ്രോഗ്രാം വീട്ടിൽ റെഗുലർലി മുടങ്ങാതെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ റെഗുലർ നമ്മൾ മുടങ്ങാതെ ചെയ്യണം ഈ എക്സസൈസ്. അപ്പോൾ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരേണ്ടതാണോ, അതോ നമ്മൾ വീട്ടിൽ പോയി ചെയ്യുന്നതും എഫക്റ്റീവ് ആയിരിക്കുമോ? വീട്ടിൽ പേഷ്യൻറ്റിന് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നമുക്ക് ആദ്യം പേഷ്യൻ്റ് ടൈലേർഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പേഷ്യൻറ്റിന് അനുസരിച്ചിട്ടുള്ള എക്സസൈസുകൾ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ചില പേഷ്യൻസിന് ആദ്യം മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. ചിലപ്പോൾ പടി കയറുന്നത്, ഒരു എക്സാമ്പിൾ പറയാം, പടി കയറുന്നത് ചിലപ്പോൾ പേഷ്യൻസിന് പെട്ടെന്ന് പടി കയറാൻ പറ്റാതെ വരാം. അപ്പോൾ അത് ശരിക്കും അങ്ങനത്തെ ഓരോ ടാസ്കുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ടാസ്കുകൾ ചെറിയ ടാസ്കുകളാക്കി മാറ്റി പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ആദ്യം ഒന്ന് കാലെടുത്ത് വയ്ക്കുക, തിരിച്ച് വയ്ക്കുക, കാലെടുത്ത് അതൊന്ന് ട്രെയിൻ ചെയ്യുക, ബോഡിയുടെ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക, അതൊന്ന് ട്രെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്ത് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഓരോ പേഷ്യൻറ്റിന് പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആ പേഷ്യൻ്റെ കണ്ടീഷൻ വേഴ്സൺ ആവാതിരിക്കാനുള്ള എക്സസൈസുകൾ, ബലപ്പെടുത്താനുള്ള എക്സസൈസുകൾ, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുള്ള എക്സസൈസുകൾ, ഇതെല്ലാം കൊടുക്കും. അതാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഈ എക്സസൈസ് നമ്മൾ പറഞ്ഞല്ലോ, അതിപ്പോൾ നമ്മൾ ഫുഡും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. മീൻസ് വെയിറ്റ് കുറയ്ക്കണം അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒരേപോലെ വെയിറ്റിലല്ലല്ലോ, ചിലവർ ഓവർ വെയിറ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വെയിറ്റ് റിഡക്ഷൻ ഇതിൻ്റെ ഒരു ഫിസിയോതെറാപ്പിക്ക് ഒരു ഇതായിരിക്കും? വെയിറ്റ് റിഡക്ഷൻ പേഷ്യൻ്റ് എത്രത്തോളം ടോളറേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെയിറ്റ് റിഡക്ഷൻ ഡയറ്ററി ഇതിൽ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ഒബീസ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് അവർക്ക് അവരെ തന്നെ ക്യാരി ചെയ്യാൻ പാടായിരിക്കും. എസ്പെഷ്യലി ഈ നമ്മൾ ഫെസിനേറ്റിംഗ് ഗേറ്റൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ ഈ പോസ്ചർ ഫോർവേഡ് ആണ്, കുനിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ നടക്കുന്ന സമയത്ത് മുന്നിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിന് അതിൻ്റെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് വെയിറ്റ് റിഡക്ഷൻ ചെയ്യുന്നതിന് നല്ലതാണ്.
അതുപോലെ ഇതുപോലെ ഡിസീസ് ഉള്ള വീട്ടിൽ അതുപോലെ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹോളായിട്ട് അവിടുത്തെ റിലേറ്റീവ്സും ഒക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യണം അല്ലെ, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫിസിയോതെറാപ്പി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചില കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് തെറാപ്പി പാരൻസ് വീട്ടിൽ പോയി ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ എഫക്റ്റീവാണ്. അപ്പോൾ ഇത് നമുക്ക് റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി എക്സസൈസ് തന്നെ ആയിരിക്കുമോ അതോ എങ്ങനെയാണ്? കൂടുതലും എൽഡർലി പേഷ്യൻസിലാണ് നമുക്കിത് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് ഫാമിലി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ടീം വർക്കാണ്. അതിൽ ഫാമിലിക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായിട്ടും രോഗത്തിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അറിയുകയും ചെയ്യണം. പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, അമ്മയ്ക്ക് മടിയാണ് ചെയ്യാൻ. ശരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് മടിയായിരിക്കില്ല ചെയ്യാൻ, അമ്മയെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്, ആ ഒരു മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ കണ്ടീഷനെക്കുറിച്ച് ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ഫാമിലി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ എക്സസൈസുകൾ ഫാമിലി മെമ്പേഴ്സും പഠിച്ച് ആ പേഷ്യൻറ്റിനെ സഹായിക്കണം. കാരണം പേഷ്യൻറ്റിനെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പേഷ്യൻ്റ് തന്നെ ചെയ്യിച്ചാൽ മതി, പേഷ്യൻറ്റിനെ കൊണ്ട് തനിയെ ചെയ്യിച്ചാൽ മതി. പക്ഷേ ചില കാര്യങ്ങൾ പേഷ്യൻ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വിഷ്വലിയോ അല്ലെങ്കിൽ ഓഡിറ്ററി അതായത് പറയുക, കമാൻഡ്സ് കൊടുക്കുക, അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ കാൽ അങ്ങനെ പൊക്കി വെക്കൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കമാൻഡ്സ് കൊടുത്ത് ചെയ്യിക്കുക. അപ്പോൾ അത് അവർക്ക് സ്വന്തമായിട്ട് ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻറ്റേർണൽ ക്യൂ അവർക്ക് ഉണ്ടാവില്ല, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കാം, അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പോൾ കട്ടിലിൽ നിന്ന് എണീക്കണം ഒരു പേഷ്യൻറ്റിന്. അപ്പോൾ അമ്മ കട്ടിലിൽ നിന്ന് എണീക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് എണീക്കാൻ പറ്റില്ല. എന്നാൽ അമ്മ ഒരു സൈഡിലേക്ക് ചരിയൂ, കാല് പുറത്തിടൂ, കൈകുത്തി എണീക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് ഇത് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണം. ഓക്കെ, നമ്മൾ ഈ ഫിസിയോതെറാപ്പിയോടൊപ്പം തന്നെ മെന്റൽ സപ്പോർട്ടും നമുക്ക് അവർക്ക് നല്ല രീതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അതെ, കാരണം ഈ പേഷ്യൻസിന് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവർക്കിപ്പോൾ പറ്റുന്നില്ല എന്നുള്ളൊരു ഡിപ്രഷൻ അവർക്കുണ്ടാവും. അതിൻ്റെ കൂടെ സൊസൈറ്റിയിൽ അവർക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പ്രഷൻലെസ് ഫേസ് ആണ് അവരുടേത്. അപ്പോൾ ആ ഒരു ഒരാളെ കണ്ട് ചിരിക്കാൻ ചിലപ്പോൾ ചിരിച്ചെന്ന് വരില്ല, ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ അവരെ ജഡ്ജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പേഷ്യൻ്റ് പോകാറുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടും കൂടി നമ്മൾ കൊടുക്കണം, മെൻ്റലി ഒരു മോട്ടിവേഷൻ കൊടുക്കണം പേഷ്യൻറ്റിന്. മാം, ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർ എത്ര ടൈമാണ് വിശ്രമിക്കേണ്ടത് എന്നുള്ളതൊന്ന് പറയും. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഇത്ര ടൈം ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ടൈം വിശ്രമിക്കണം, അതല്ലെങ്കിൽ എത്ര ടൈമാണ് എക്സസൈസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? തളർന്നു പോകുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ പാടില്ല. വളരെ കൺട്രോൾഡ് ആയിട്ട് ആ പേഷ്യൻറ്റിന് പറ്റുന്ന എക്സസൈസുകൾ മാത്രം ചെയ്യുക. വളരെ ഷോർട്ട് ടൈം, കുറച്ച് സമയത്തേക്ക് ചെയ്യുക, പിന്നെ കുറച്ച് റെസ്റ്റ് കൊടുക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ട്രെമറും റിജിഡിറ്റിയൊക്കെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കാറുണ്ട്. റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേനും വളരെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പ്രോഗ്രസീവ് റിലാക്സീവ് ടെക്നിക്സ് ഒക്കെ ഫിസിയോതെറാപ്പിയിലുണ്ട്. PNF ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അതൊക്കെ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പേഷ്യൻറ്റിനെ റെസ്റ്റ് ചെയ്ത പൊസിഷനിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഒരു ദിവസം ഒരു 2-3 നേരം എക്സസൈസ് ചെയ്താൽ മതിയാകും. ഒത്തിരി സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസൊന്നും മുടങ്ങി പോവാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം എക്സസൈസ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിൽ. പാർക്കിൻസൺസ് ഡിസീസിനെ പറ്റിയിട്ടാണ് മാം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഫിസിയോതെറാപ്പിയിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതും കൂടി നമുക്ക് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു മാം. താങ്ക് യു.